നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹോം ഡെക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പഴയൊരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു റോളാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, വേണമെങ്കിൽ ബ്രൗൺ ഒക്കെ കൊടുക്കാം. ഞാനിപ്പോൾ പ്യുവർ വൈറ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു ബലൂൺ എടുത്തിട്ട് ഇതുപോലെ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പിൽ കുറച്ച് വെള്ളവും അതിൻ്റെ കൂടെ ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മോഡ് പോഡ്ജാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ കുറേ ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ട് ഈ ഒരു ബലൂണിൻ്റെ മേലെ ഈ ടിഷ്യൂ പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ചിട്ട് മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 3-4 ലെയറൊക്കെ ഒട്ടിക്കേണ്ടി വരും. ടിഷ്യൂ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ പച്ച കളർ ബലൂണിലെ പച്ചയൊന്നും കാണാത്ത രീതിയിൽ ഒട്ടിക്കാം. ഇനി ഇത് നല്ലപോലെ ഉണങ്ങാൻ വെക്കണം. അപ്പം ഉണങ്ങാൻ ഞാൻ രാത്രി ചെയ്തിട്ട് രാവിലെ 12 hours വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല പോലെ ഉണങ്ങി കഴിയുമ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. കാർഡ്ബോർഡിലൊക്കെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഉള്ളൊരു സൗണ്ടില്ലേ, അതുപോലെ കേൾക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബലൂൺ നമ്മൾ കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു പിന്നെടുത്തിട്ട് ഞാനൊരു കുഞ്ഞു ഹോളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലത്തെ ആ ഒരു എയറൊക്കെ ഒന്ന് കളയണം. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കാരണം ഈ ഒരു റൗണ്ട് ഷേപ്പ് പോവാത്ത രീതിയിൽ ചെയ്യണം. അപ്പോൾ എൻ്റേത് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിൻ്റെ മൗത്തിൻ്റെ പോർഷൻ മാത്രമാണ് ചെറുതായിട്ടൊന്നിങ്ങനെ താഴോട്ടേക്ക് പോയത്. അപ്പോൾ ഈ ബലൂണിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ താഴെ ഭാഗമില്ലേ, ബേസ്, നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ, അത് നമ്മൾ ഈ സെല്ലോ ടേപ്പിൻ്റെ ഈ ഒരു ഇതിൻ്റെ മുകളിലേക്കാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം ഒട്ടിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾക്ക് ലൈറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേബിൾ മേലെ ലൈറ്റ് വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്യുമ്പം നമ്മുടെ മൂൺ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബേസ് അല്ല, വേറെ കാർഡ്ബോർഡിനെ കൊണ്ട് ബേസ് നമ്മൾക്ക് ആമസോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് 800 രൂപയുടെ സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടുള്ള ലുക്കാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.